എന്നാലും എന്തായിരിക്കും ഈ ഉപബോധ മനസ്സിനെ ബാധിക്കുന്ന ബാക്കി കാര്യങ്ങള്? വാ പറഞ്ഞുതരാം. സോ വെൽക്കം ടു സൈ പാലറ്റ് യുവർ ബെസ്റ്റ് പാർട്ടി. ഇത് വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല, ബട്ട് എന്റെ സ്വന്തം മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു വിഷ്വലാണ് ഇന്നത്തെ പെയിന്റിങ്. അപ്പൊ വിഷയത്തേക്ക് വരാം. കുറച്ചധികം കാര്യങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിനെ ബാധിക്കുന്നുണ്ട്. അതെല്ലാം ഒറ്റ വീഡിയോയിൽ എന്തായാലും പറയാൻ പറ്റൂല. സോ ഓരോന്നായി പറയാം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പ്രധാനമായിട്ടും ബാധിക്കുന്നത് നമ്മുടെ ചിന്തകളാണ്. ഞാൻ എന്താണോ ചിന്തിക്കുന്നത് അതാണ് ഞാൻ, അല്ലെങ്കിൽ എന്റെ ലൈഫ്. നമ്മുടെ ലൈഫിന്റെ അറ്റ്ലീസ്റ്റ് 70% എങ്കിലും നമ്മുടെ ചിന്തകൾ കൊണ്ടുണ്ടാകുന്നതാണ്. ഞാൻ നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ ഒരു നെഗറ്റീവ് ലൈഫായിരിക്കും എനിക്ക് ഉണ്ടാവുക. അതല്ല പോസിറ്റീവ് രീതിയിലാണ് എന്റെ ചിന്തകളെങ്കിൽ അങ്ങനെ ഒരു പോസിറ്റീവ് കാം ലൈഫായിരിക്കും ഞാൻ ലീഡ് ചെയ്യുന്നത്. അല്ല, ആരപ്പോ ചിന്തിക്കാതിരിക്കുക? എങ്ങനെ ഒരാൾക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റുക എന്നൊക്കെ തോന്നണില്ലേ? ചിന്തകൾക്കല്ല കുഴപ്പം. ഈ ആലോചിച്ച് കൂട്ടുന്നതൊക്കെ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നതാണ് കാര്യം. നെഗറ്റീവായാലും പോസിറ്റീവായാലും എന്താണോ കൂടുതൽ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ലൈഫിനെ ക്രിയേറ്റ് ചെയ്യുക. ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ എപ്പോഴും വിചാരിക്കാണ് എനിക്ക് പഠിക്കാൻ കഴിവില്ല, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് നല്ല ഓർമ്മക്കുറവാണ് എന്നൊക്കെ എപ്പോഴും ചിന്തിച്ചിരുന്നാൽ അതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവുക. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് പഠിക്കാനും പറ്റൂല, പഠിച്ചത് ഓർമ്മയും കിട്ടൂല, പഠിക്കാനുള്ള സാഹചര്യം കിട്ടൂല. അങ്ങനെ മൈൻഡ് പഠനം എന്ന വിഷയം തന്നെ ബ്ലോക്ക് ആക്കിക്കൊണ്ടിരിക്കും. നേരെ തിരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോഴും എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണ്, ഞാൻ ഉഷാറായി പഠിക്കാൻ പറ്റും, എനിക്ക് നല്ല ഓർമ്മശക്തി ഉണ്ട് എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ അതുപോലായിരിക്കും നമുക്ക് സംഭവിക്കാം. അപ്പൊ നമ്മുടെ ശ്രീബുദ്ധ പറഞ്ഞ പോലെ വാട്ട് യു തിങ്ക് യു ബിക്കം. ഓക്കെ, അപ്പോ ഇതാണ് ഇന്നത്തെ പെയിന്റിങ്. അപ്പൊ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.